കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കുമെതിരെ നടപടിക്കൊരുങ്ങി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ സിനിമാ സംഘടനകൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സൈസിനും പോലീസിനും യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ പരിശോധന നടത്താനായിരുന്നെങ്കിൽ, ഇങ്ങനെ ഓരോരുത്തരോടും ക്ഷമിക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഫെഫ്കയുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഈ ലഹരി കേസുകളൊക്കെ ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ ആകമാനം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംഭവം വീണ്ടും ഉണ്ടാകുന്നത് വലിയ തെറ്റായി തന്നെയാണ് സിനിമാ സംഘടനകൾ കാണുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിലൊന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി എന്ന വാർത്തയിൽ അടിയന്തരമായി തന്നെ ഇടപെടാനാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫെഫ്കയുടെ നേതൃത്വം രാവിലെ തന്നെ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗങ്ങളെ ഭാരവാഹികളെ വിളിച്ച് അടിയന്തര യോഗം ചേരണമെന്നും ഇരുവർക്കുമെതിരെ നടപടിക്കുള്ള ആലോചനകൾ തുടങ്ങണമെന്നുമുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഫെഫ്ക കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടിയില്ലാതെ പോയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന വിമർശനം. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കമുണ്ടായ ലഹരി കേസുകളിൽ സിനിമാ സംഘടനകളുടെ മൗനം അത് പേരിനു മാത്രമുള്ള നടപടികളായി മാറുന്നു എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളടക്കം രൂക്ഷമായിരുന്നു. അതിനിടെയാണ് രണ്ട് പ്രമുഖ സംവിധായകർ ഈ കഞ്ചാവുമായി തന്നെ പിടിയിലാകുന്നത്.